ഹേ ഗായ്സ് ഇടിമിന്നൽ കണ്ടിട്ട് പിന്നെ വഴിയാണ്. അതായത് മാർവലിന്റെ പുതിയ മൂവി ആയിട്ടുള്ള തണ്ടർബോൾട്സിന്റെ ഒരു റിവ്യൂ വീഡിയോയിലാണ്. അപ്പോൾ കാണാൻ പോകുന്നവരോടാണ് എനിക്ക് പറയുന്നത്, നിങ്ങൾ ആ ഒരു യൂഷ്വൽ മാർവലിലും ഡി സിയിലൊക്കെ കാണുന്ന പോലെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഹീറോസും കുറച്ച് ഗ്രൂപ്പ് ഓഫ് വില്ലൻസും തമ്മിലുള്ള ഫൈറ്റാണ് നിങ്ങൾ ഉദ്ദേശിച്ച് പോകുന്നതെങ്കിൽ ഐ എം സോറി ഗൈസ്, പടം നിങ്ങൾക്കുള്ളതല്ല. ഈ ഒരു ഫിലിം എനിക്ക് തോന്നിയത് സെൻട്രി എന്ന് പറയുന്ന ഒരു പുതിയ ക്യാരക്ടറിനെ നമ്മൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു സെൻട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുടെ ഒറിജിൻ സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് കാണിച്ചു തരുന്ന ഒരു മൂവിയാണ് ഈ തണ്ടർബോൾട്സ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നും ഇല്ല. ഇത് സ്പോയിലർ അല്ല, പക്ഷെ ഒരു സീൻ, ഒരു പെർട്ടിക്കുലർ ഒരു ചെറിയൊരു ഷോട്ടാണ്. ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ബോയ്സിലെ ഹോംലാൻഡറില്ലേ, അതെനിക്ക് ശരിക്കും ഓർമ്മ വന്നു. അത് ഇപ്പോൾ സെൻട്രി ഹോംലാൻഡറിനെ പോലെ വില്ലനാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഹോംലാൻഡറിൻ്റെ ആ ഒരു ടച്ച് തോന്നി അതായിട്ട്. പിന്നെ ഈ ഒരു ഫിലിമിൽ ഇപ്പോൾ എന്താ പറയുക, കോമഡി ആണെങ്കിലും കോമഡീൻ്റെ ചെറിയ രീതിയിലുള്ളൂ ഇത്. അത് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴത്തെ മാർവൽ പടത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് അവർ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കൂടുതലുണ്ട് കോമഡിയൊക്കെ കുത്തിനിറച്ച് ഒരുമാതിരി ക്രഞ്ചാക്കി കളയും. പറയണ കോമഡി ആണെങ്കിൽ ആവശ്യമില്ലാണ്ട് എല്ലാ സ്ഥലത്തും സീരിയസ് ആവേണ്ട സ്ഥലത്ത് പോലും അവന്മാർ കോമഡി ആക്കിയിട്ട് അതുകൊണ്ട് നശിപ്പിച്ച് കളയും. അതാണല്ലോ ഇപ്പോഴത്തെ മിക്ക മാർവൽ ഫിലിമിൻ്റെ ആ ഒരു ലൈൻ. പക്ഷേ ഇതിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിൽ ഓഫ്കോഴ്സ് കോമഡി ഉണ്ട്, പക്ഷേ അത് വേണ്ട സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. സീരിയസ് ആവേണ്ട സ്ഥലത്ത് അവർ സീരിയസ് ആയിട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു മാർവൽ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ട ഒരു മൂവിയെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ഒരു എന്താ പറയുക, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിരിക്കാം. പ്രത്യേകിച്ച് മാർവൽ ഫാൻ ബോയ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും കണ്ടിരിക്കണം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിലെ മിഡ് ക്രെഡിറ്റ് സീനും പോസ്റ്റ് ക്രെഡിറ്റ് സീനുമാണ്. അത് അത് കണ്ടിരിക്കണം. അതിൽ എനിക്കൊന്നും മിഡ് ക്രെഡിറ്റ് സീൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് അത്രയും നല്ല ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പോയി കാണ്, എന്നിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും. പക്ഷെ എൻഡ് ക്രെഡിറ്റ് സീൻ അങ്ങനെയല്ല, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഏത് മൂവിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഇനി വരാൻ പോകുന്ന ഒരു മൂവിയായിട്ട് ഉള്ള ഒരു റെഫറൻസ് കാണിക്കുന്ന ഒരു സീനാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. പടം എന്താ മൊത്തത്തിൽ ഒരു എന്താ പറയുക, കുറച്ച് സ്ലോ പേസ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴും എപ്പോഴും എന്താ പറയുക, ആക്ഷനൊക്കെ കാണിച്ച് ഏത് സമയവും നമ്മൾ എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്തുന്ന ഒരു ഇതായിട്ട് തോന്നില്ല. എന്തൊക്കെ ആകുമ്പോൾ എന്താ പറയുക, എന്തൊക്കെ ആകുമ്പോൾ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല എൻഗേജിങ് ആണ്. പക്ഷെ അതിന് മുമ്പും ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഫൈറ്റുകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു എന്താ പറയുക, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഒരുപാട് നേരം അങ്ങനെ ഫൈറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ആ സെൻട്രായിട്ട് അഭിനയിച്ച ആ ഒരു നടൻ ലൂയിസ് പുൾമൻ എന്നാണ് ആ നടൻ്റെ പേര്. പുള്ളി അസാധ്യ അഭിനയമായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പടം നമ്മൾ അവെഞ്ചേഴ്സായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. അത് നോക്കുമ്പോൾ എന്താ അതിലും ഒരു 6 വില്ലന്മാർ, അല്ല സോറി, 6 സൂപ്പർ ഹീറോസിൻ്റെ ഇതിലും 6 പേരാണ് ഉള്ളത്. പക്ഷേ അതിൽ വില്ലൻ ഓക്കെ ആണെങ്കിൽ ഇതിൽ ഞാൻ പറയുന്നില്ല വില്ലനാണോ ഇതാണെന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പക്ഷെ അങ്ങനെ ആ ഒരു പടമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് എന്താ പറയുക, കുറച്ച് പൊടിക്ക് സ്ലോ പേസിലാണ് പടം പോകുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് എന്താ പറയുക, എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ എന്താ ആ ഒരു ക്യാരക്ടർ മെയിനായിട്ട് ആ സെൻട്രി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ, എന്താണ് അയാളുടെ ക്യാരക്ടർ, ഇല്ലെങ്കിൽ പുള്ളി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആയത്, പുള്ളിയുടെ ഈ ഒറിജിൻ സ്റ്റോറി എന്നൊക്കെ പറയില്ലേ, ചെറിയ രീതിയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പടമാണ് തണ്ടർബോൾട്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാർവൽ ഫാൻ ബോയ്സ് ഒക്കെ എന്തായാലും പോയി കാണണം, ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മാർവൽ ഫാൻ ബോയ് എന്നും പറഞ്ഞ് നടക്കണം. അപ്പോൾ പോയി കാണാം. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലിടുക. സോ ബൈ.